ചങ്ങായിമാർ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോൾ മൊത്തം സങ്കടമായിപ്പോയി. ആ വീഡിയോ നിങ്ങളെയും ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് സങ്കടമാണെന്ന് അറിയാം, എന്നാലും ഇത് കാണിക്കുന്നത് ഇത് കേരളത്തിൽ നടന്നൊന്നല്ല, ഇത് ഉത്തരേന്ത്യ സംസ്ഥാനത്ത് നടന്ന ഒരു ചാണകം കാണിച്ചുവിട്ട കോപ്രായാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ തീവ്രവാദികൾ പുൽവാമയിൽ ചെയ്തത്, മതം ചോദിച്ച് കൊന്നത്, അതേപോലെ തന്നെയാണ് സംഘികൾ മതം ചോദിച്ച് സഹായിക്കുന്ന ഒരു ചാണക സംഘിയുടെ നാറിയ വീഡിയോ. വിഷമായാലും നിങ്ങളെ ഞാൻ കാണിക്കുക, നിങ്ങൾ കാണും. क्या नाम है? सलीम। क्या नाम है? सलीम। सलीम नाम है। उधर जाओ भाई, हम नहीं बैठा के ले जा रहे हैं, उधर जाओ। दिक्कत है। अरे हम नहीं ले जा पाएंगे यार। तुम इन सब लोग की वजह से हिंदुस्तान में लड़ाई हो रही है, हिंदू हिंदू भाई भाई में आपस में लड़ाई हो रही है यार। और बोल रहा समझ में नहीं। अरे नहीं लेके जा पाऊंगा, उतरो यार। हाँ बस बात खत्म, उतरो। ഹിന്ദി മനസ്സിലാക്കാത്തവർ ഞാൻ പറഞ്ഞുതരാം. ഒരു ചാണക സംഘി ഒരു മനുഷ്യന് ലിഫ്റ്റ് കൊടുത്ത് വണ്ടി കയറിയ ശേഷം അവന്റെ പേര് ചോദിക്കുന്ന പാവത്തിന്റെ, അവന്റെ പേര് സലീം എന്നാണ്. അത് മുസ്ലിം നാമമാണെന്ന് അറിഞ്ഞ പാട് ഇവൻ പറയുന്ന ഇറങ്ങിപ്പോടാം. എന്നിട്ട് പറയുന്നു നീ മുസ്ലിങ്ങളാണ് നമ്മൾ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കുന്നത്. ഈ ചാണക സംഘി പറയുന്നത്, ഈ ചാണക സംഘി മുസ്ലിങ്ങളല്ല തമ്മിൽ തല്ലിക്കുന്നത്, നിന്നെപ്പോലത്തെ സംഘികളാണ്, നിന്നെപ്പോലത്തെ ചാണകങ്ങളാണ് ദളിതനെ തല്ലിക്കൊല്ലുന്നത്, നിന്നെപ്പോലത്തെ ചാണകങ്ങളാണ് ഹിന്ദു തന്നെ വർഗീയത ഉണ്ടാക്കുന്നത്, പല പല ജാതി പറഞ്ഞിട്ട് തമ്മിൽ തല്ലിക്കുന്നത് സംഘികളാണോ? ആ പാവം മനുഷ്യന്റെ മുഖം എന്റെ മനസ്സിൽ പോകുന്നില്ല. എന്ന് ഇവന് കയറുന്നതിന് മുന്നേ ചോദിച്ചൂടെ? ഇവനത് വീഡിയോ എടുക്കണം, എന്നിട്ട് ഇവന്റെ സംഘി ഗ്രൂപ്പിലിട്ട് ഇവൻ രാജ്യസ്നേഹം കാണിക്കണം. നാറിക്ക് തീവ്രവാദികൾ ഇവനും തമ്മിൽ എന്താണ് വ്യത്യാസം? മതം ചോദിച്ച് കൊന്ന തീവ്രവാദികളും മതം ചോദിച്ച് സഹായിക്കുന്ന ഈ നാറിയ ചാണകവും രണ്ടും കണക്കാണ്, സെയിം സാധനങ്ങളാണ്. ഇവരാണ് അവരെ കുറ്റം പറയുന്നത്, അവരും കണക്കടം നീയും കണക്കടം നാറി സംഘിയെ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ എന്റെ കേരളം എത്ര മനോഹരമാണ്. എന്തൊക്കെ നാഷണൽ ഹൈവേ പൊളിഞ്ഞാലും ശരി, ഉരുൾപൊട്ടലുണ്ടായാലും ഭൂകമ്പുണ്ടായാലും എന്റെ കേരളം ഒരിക്കലും ഇത്രയും അതപ്പതിക്കൂല. സംഘികൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടെങ്കിൽ ഇത്രയും നാറിയൊരു നാടായി എന്റെ കേരളം മാറില്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഒരുപാട് സന്തോഷം ഞാൻ ഈ കേരളത്തിലാണ് ജനിച്ചതെന്നില്ല. എന്നാലും അപ്പൊ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചേട്ടെ. താഴ്ന്ന ജാതിക്കാരെന്നും മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് ഇവരെന്തൊക്കെ ഈ സംഘികൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്. തീവ്രവാദികൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കറക്റ്റ് ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിട്ടാണ് ഇതുപോലത്തെ ചാണക സംഘികൾ. എന്നിട്ട് ഇവർ രാജ്യസ്നേഹത്തെ പറ്റി പറയുന്നു. സ്വന്തം രാജ്യക്കാരെ സ്നേഹിക്കാൻ കഴിയാത്ത ഈ നാറികൾ എന്ത് രാജ്യസ്നേഹത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഉളുപ്പില്ലാത്ത ചാണകങ്ങൾ. എന്നാലും ഞാൻ ജീവിക്കുന്നത് കേരളത്തിലാണെന്നുള്ള ഒരുപാട് അഭിമാനം ഉണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. ദൈവമേ, കേരളത്തിലാണല്ലോ നീ എന്നെ ജനിപ്പിച്ചത്, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വിഷമായി എന്നറിയ വീഡിയോ കണ്ടിട്ട്, മനസാക്ഷിയുള്ള എല്ലാവർക്കും വിഷമാവും, സംഖ്യക്ക് വിഷമമില്ല. സംഖ്യക്ക് ഇതൊക്കെ ഭയങ്കര രാജ്യസ്നേഹം കാണിക്കലാണ്. സ്വന്തം നാട്ടുകാരെ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയാത്ത കപട രാജ്യസ്നേഹികൾ, സംഘികൾ, നാരികൾ. എന്നാ പിന്നെ ശരി സുലാൻ.